റഷ്യയുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ച യുക്രൈൻ പ്രസിഡന്റ് തനിക്ക് കത്തെഴുതിയതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധം തീർക്കുവാൻ റഷ്യയുമായി താൻ ഗൗരവമായ ചർച്ചയിലാണെന്നും അർത്ഥശൂന്യമായ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരേണ്ട സമയമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. യുഎസുമായി ധാതുഖനന കരാർ ഒപ്പിടാൻ യുക്രൈൻ തയ്യാറായിട്ടുണ്ടെന്നും ട്രംപ് യുഎസ് കോൺഗ്രസിൽ വെളിപ്പെടുത്തി. കരാർ ഒപ്പിടുന്നതിന് പകരമായി കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച യുക്രൈനുള്ള സൈനിക സഹായം പുനഃസ്ഥാപിക്കുമെന്നാണ് സൂചന. എന്നാൽ ഒപ്പിടൽ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല. യുഎസ് ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിക്കുവാൻ സന്നദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം സെലൻസ്കി വ്യക്തമാക്കിയിരുന്നു. വൈറ്റ് ഹൌസിൽ വാർത്താ സമ്മേളനത്തിനിടെ ട്രംപുമായുണ്ടായ ഉടക്ക് ഖേദകരമായി പോയെന്നും കരാർ ഒപ്പിടാൻ ഒരുക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ യൂണിയൻ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നെങ്കിലും യുഎസുമായി രമ്യതയിൽ പോകണമെന്ന ഉപദേശമാണ് സെലൻസ്കിക്ക് നൽകിയത്. യുക്രൈൻ നേതൃത്വം നടത്തുന്ന അനുരഞ്ജന ശ്രമങ്ങളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ സ്വാഗതം ചെയ്തു. പ്രശ്നം തീർക്കുവാൻ സെലൻസ്കിക്കൊപ്പം മക്രോയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും വൈറ്റ് ഹൌസ് സന്ദർശിക്കുവാൻ ഒരുങ്ങുന്നുണ്ട്. അതേസമയം റഷ്യയുടെ പ്രധാന ആവശ്യം യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ അംഗമാകരുത് എന്നതാണ്. ഇത് സമ്മതിക്കുവാൻ ട്രംപ് തയ്യാറാണ്. കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളും ധാതു സമ്പത്തുള്ള പ്രദേശങ്ങളും റഷ്യയ്ക്ക് കണ്ണുണ്ട്. ഇത് ചർച്ച ചെയ്യുവാൻ ട്രംപ് തയ്യാറാണ്. റഷ്യയുടെ കടന്നുകയറ്റത്തിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യുക്രൈൻ നാറ്റോ അംഗത്വം ആവശ്യപ്പെട്ടത്. US കമ്പനികൾക്ക് യുക്രൈന്റെ ധാതുഖനന സമ്പത്ത് കൈമാറുവാനുള്ള കരാർ ഒപ്പിട്ടാൽ അമേരിക്ക തീർച്ചയായും സംരക്ഷിക്കുവാനെത്തും. യുക്രൈനിൽ അമേരിക്കൻ സാമ്പത്തിക വാണിജ്യ താൽപര്യങ്ങൾ ഉള്ളിടത്തോളം കാലം US സംരക്ഷണം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ നയം. യുക്രൈൻ കൂടാതെ ഗ്രീൻലാൻഡും താൻ നോട്ടമിട്ടിട്ടുണ്ടെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു. ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലാൻഡിലെ ജനതയ്ക്ക് സ്വയംഭരണത്തിൽ താൽപര്യമുണ്ടെങ്കിൽ അതിന് അമേരിക്ക സഹായം നൽകുവാൻ ഒരുക്കമാണ്. അവിടുത്തെ ധാതു വിഭവങ്ങൾ സ്വന്തമാക്കുന്നത് കൂടാതെ ജനവാസമില്ലാത്ത വിപുലമായ പ്രദേശങ്ങളിൽ സൈനിക താവളമുണ്ടാക്കുകയുമാണ് ട്രംപിന്റെ ലക്ഷ്യം.